പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും അധിക്ഷേപിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിക്കെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. യുവമോർച്ച പ്രധാനമന്ത്രിയുടെ ഓഫീസിനും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. ജാൻമണിയുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നും യുവമോർച്ച ആവശ്യപ്പെട്ടു. സംഭവത്തിൽ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് പരാതി പ്രളയം തുടരുകയാണ്. വിവരങ്ങളുമായി എസ് ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, ഈ ജാൻമണി പ്രധാനമന്ത്രി അധിക്ഷേപിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മാതാവിനെ അധിക്ഷേപിക്കുന്നു, അതിനെതിരെ വലിയ പ്രതിഷേധം ഇരമ്പുകയാണോ? കൃഷ്ണരാജ്, അത് തന്നെയാണ്. കാരണം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് വിഷയം ആളിക്കത്തിയത്, പ്രതിഷേധം ആളിക്കത്തിയത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പിതൃത്വം അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് മേക്കപ്പ് ആർട്ടിസ്റ്റും രഞ്ജിനി ഹരിദാസിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയായ CJP സമരത്തെ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തിക്കാട്ടി അതിനെ പൊക്കി പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തിയ ജാൻമണി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. ഒരു ഓൺലൈൻ ചാനലിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം അവർ നടത്തിയത്. 100 വയസ്സ് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ മാതാവിനെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളാണ് ജാൻമണി നടത്തിയിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് യുവമോർച്ചയുടെ സംസ്ഥാന മീഡിയ സെൽ കൺവീനർ S. നന്ദു സംസ്ഥാന പോലീസ് മേധാവിക്കും ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനും പരാതി നൽകിയത്. തൊട്ടു പിന്നാലെ തന്നെ ഒരു മാസ് പെറ്റീഷൻ ജാൻമണിക്കെതിരെ സംസ്ഥാന വ്യാപകമായി കൊടുക്കുകയായിരുന്നു. വിവിധ ജില്ലകളിൽ ഇപ്പോൾ ജാൻമണിക്കെതിരെ പരാതികൾ ഓരോ പ്രാദേശിക അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനുകളിലേക്കും പോലീസ് മേധാവിയുടെ അടുത്ത് 1 ഡസനിലധികം പരാതികളും എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടാതെ തന്നെ ജാൻമണിയുടെ സ്വദേശമായ അസാമിലെ സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ളവർക്കും ഇപ്പോൾ പരാതി എത്തുകയാണ്. ജാൻമണിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നതാണ് ഇതിൽ പ്രധാനമായും ആവശ്യം ഉന്നയിക്കുന്നത്. കാരണം ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഇത്രയധികം മോശമായി ചിത്രീകരിച്ചതിലും മോശം പരാമർശം നടത്തിയതിലുമാണ് പ്രതിഷേധം ഉയർന്നത്. കൂടാതെ തന്നെ ജാൻമണിയുടെ സാമ്പത്തിക സ്രോതസ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടുകെട്ടണം, അതിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി എത്തിയിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയിരിക്കുന്ന പരാതി അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. പല സ്റ്റേഷനുകളിലും നൽകിയിട്ടുള്ള പരാതികൾ പോലീസ് സ്വീകരിച്ചിട്ടുള്ള. എന്തായാലും ഈ CJP സമരത്തിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായും സംസ്ഥാനത്തിന് പുറത്തും കേസ് പറയാൻ നടക്കേണ്ട സാഹചര്യത്തിലേക്ക് ജാൻമണി എത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെ ഇന്നലെ രാത്രി ഏറെ വൈകി സമൂഹ മാധ്യമത്തിലൂടെ തന്നെ ഒരു മാപ്പപേക്ഷയുമായി ജാൻമണി രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു മാപ്പപേക്ഷ സംസ്ഥാന BJPയോ അല്ലെങ്കിൽ യുവമോർച്ചയോ അല്ലെങ്കിൽ നാട്ടിലെ ഓരോ ജനങ്ങളും അംഗീകരിക്കില്ല എന്നുള്ളതാണ് യുവമോർച്ച ഈ ഘട്ടത്തിലും അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ആളിക്കത്തുന്നതോടൊപ്പം തന്നെ തുടർച്ചയായി വീണ്ടും ജാൻമണിക്കെതിരെ പരാതി നൽകാനാണ് ഈ ഘട്ടത്തിൽ ഇവർ തയ്യാറെടുക്കുന്നത്. വിമർശനങ്ങളാകാം, പക്ഷെ അധിക്ഷേപമാകുമ്പോഴാണ് പ്രശ്നം, അല്ലേ? തീർച്ചയായും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. വിമർശനത്തിന് ഒരു പരിധിയുമുണ്ട്. അത് കടന്ന് അധിക്ഷേപമോ അപഹാസ്യമോ അപമാനിക്കലോ ഒക്കെ ആകുമ്പോൾ പ്രതികരിക്കേണ്ടി വരും. അതിന്റെ തെളിവാണ് ഈ യുവമോർച്ചയുടെ ഈ വ്യാപകമായ പരാതി നൽകലും നടപടി വേണമെന്ന ആവശ്യവും.